ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. കപ്പൂർ മാരായംകുന്ന് ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജനകീയ വികസന വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ജനതാ ഗ്രന്ഥശാല പ്രസിഡന്റ് CV അബൂബക്കർ അധ്യക്ഷത വഹിച്ച പരിപാടി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ഓരോ കാലത്തും വായനശാല വഹിച്ചിട്ടുള്ളത്. ആ വായനശാലയുടെ മുറ്റത്തിരുന്നുകൊണ്ട്, ആ വായനശാലയുടെ അകത്തിരുന്നുകൊണ്ട് അറിവിൻ്റെ പുതിയ വഴികൾ വെട്ടിത്തുറന്ന് നടന്നുപോയ മഹാമനുഷ്യർ അവർ ഈ നാട്ടിനെ പഠിപ്പിച്ചത് നമ്മളെല്ലാവരും ഒന്നാണെന്നും നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഒരുമിച്ചിരിക്കാനും കഴിയണമെന്നും ഒരുമിച്ച് വർത്തമാനം പറയാൻ കഴിയണമെന്നും ഏകോദര സോദരന്മാരെ പോലെ ജീവിക്കണമെന്നും ഒക്കെയാണ് നമ്മുടെ വായനശാലകൾ നാട്ടിലെമ്പാടും പഠിപ്പിച്ചത്. സ്വാഭാവികമായും ആ ഒരു പഠനമാണ് നമ്മളെ ഇന്ന് കാണുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഈ കേരളത്തെ ഇത്രയും പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്. യുവ എഴുത്തുകാരൻ PT രാഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അങ്ങനെ അറിവിനെന്ത് ചെയ്യുന്നു, കുറെ മനുഷ്യന്മാര് അവർക്ക് വേണ്ടത് മാത്രമാക്കി ചുരുക്കുന്നു, നിജപ്പെടുത്തി വയ്ക്കുകയാണ്. അവൻ എന്ത് ചെയ്യും? ഈ അറിവിനെ കണ്ടെത്താൻ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകണം? അപ്പോഴാണ് നമുക്ക് വായനശാല വേണ്ടത്, അല്ലേ? വായനശാലയ്ക്ക് പോയിട്ട് വരിക. അവിടെ ഉണ്ട്, അറിവ് മുഴുവൻ അവിടെ ഉണ്ട്, എല്ലാ അറിവും അവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറിയനെ അറിയാം, ഓരോ ഷെൽഫിലും ഏത് പുസ്തകം ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളിൽ മുഴുവനുള്ളതും കൂടെ അറിഞ്ഞോളന്നില്ല, പക്ഷെ ഇന്ന അറിവുകളൊക്കെ അവിടെ ഉണ്ട്, വേണ്ടത് തെരഞ്ഞാൽ അവിടെ കിട്ടും. അപ്പോഴാണ് നമുക്ക് MTയുടെ അടുത്തേക്ക് പോകേണ്ടി വരിക, അക്ഷരത്തിന്റെ അടുത്തേക്ക് പോകേണ്ടി വരിക. അപ്പൊ അറിവിന്റെ ശേഖരണ കേന്ദ്രങ്ങളായ ഈ വായനശാലകൾ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യകത അതാണ്. ലൈഫ് പ്ലസ് മാനേജിംഗ് ഡയറക്ടറും കരിയർ കൗൺസിലറുമായ മുബാരിസ് K കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നൽകി. വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അലി കുമരനെല്ലൂർ, രഞ്ജിത്ത് ശിവശങ്കരൻ, മുനീറ, മനോജ് പുലാശ്ശേരി, സുധി പൊന്നേങ്കാവിൽ, വായനശാല സെക്രട്ടറി ഷാനിബ ടീച്ചർ, എക്സിക്യൂട്ടീവ് അംഗം ജയലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.